മലേഷ്യ തെക്ക് കിഴക്കൻ ഏഷ്യയിലെ ഒരു സമ്പന്ന രാജ്യമാണ് മലേഷ്യ. ഏകദേശം കേരളത്തിനോട് ജനസംഖ്യ, അതായത് 3.5 കോടിക്ക് അടുപ്പിച്ചാണ് ഇവിടുത്തെ പോപ്പുലേഷൻ. ടൂറിസം ഇവിടുത്തെ പ്രധാനപ്പെട്ട ഒരു വരുമാനമാണ്. ഇന്ത്യൻ പാസ്പോർട്ട് ഉപയോഗിച്ചിട്ട് വിസ ഇല്ലാതെ പോയി വിസിറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു രാജ്യമാണ് മലേഷ്യ. പൊതുവെ കേരളത്തിൽ നിന്നും ഫ്ലൈറ്റ് ടിക്കറ്റ് കുറവാണ്. ട്രിവാൻഡ്രത്ത് നിന്നാലും കൊച്ചിയിൽ നിന്നാലും ഒരു 6500 7500 നമുക്ക് റേറ്റ് കിട്ടും. അവിടുത്തെ ഹോട്ടൽസ് നോക്കുവാണെങ്കിൽ അതും വളരെ ചീപ്പാണ്. ഒരു 1000-1500 രൂപയൊക്കെ വരത്തുള്ളൂ. കണ്ടിരിക്കേണ്ട നിരവധി അട്രാക്ഷൻസ് ഉള്ളൊരു സ്ഥലം തന്നെയാണ് മലേഷ്യ. മലേഷ്യയിൽ പ്രധാനമായിട്ടും സംസാരിക്കുന്നത് ഇംഗ്ലീഷ് തന്നെയാണ്. പിന്നെ ലോക്കൽ ഭാഷ മലായി ആണ്. പക്ഷെ നമുക്ക് ഇംഗ്ലീഷോ തമിഴോ അറിഞ്ഞാൽ മതി. ടാക്സി വേണ്ടവർക്ക് ഗ്രാബ് എന്ന് പറയുന്നൊരു ആപ്ലിക്കേഷൻ വഴി നമുക്ക് ടാക്സി ഒക്കെ ബുക്ക് ചെയ്യാൻ പറ്റും. ഒരു മലേഷ്യൻ റിങ്കറ്റ് നമ്മുടെ ഒരു 19-20 രൂപ അടുപ്പിച്ചിട്ടാണ് വരുന്നത്. സോ മലേഷ്യയിലേക്ക് പോകുമ്പോൾ എല്ലാവരും അറിഞ്ഞിരിക്കേണ്ട, അല്ലെങ്കിൽ നമ്മളെല്ലാവരും ശ്രദ്ധിച്ചിരിക്കേണ്ട കുറച്ച് കാര്യങ്ങളാണ് ഇതൊക്കെ. പിന്നെ അവിടുത്തെ ഒരു ട്രാവൽ ഗൈഡ്. ടൂറിസം കൂടാതെ എണ്ണപ്പന, അതായത് നമ്മുടെ പാമോലൊക്കെ എടുക്കുന്ന എണ്ണപ്പന കൃഷിയും ഇവിടുത്തെ ഒരു പ്രധാന വരുമാനമാണ്. മലേഷ്യൻ ട്രാവൽ ഗൈഡിലേക്ക് സ്വാഗതം. മലേഷ്യയിലേക്ക് ആദ്യം ഫ്ലൈറ്റ് ഇറക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമുക്ക് സിം എടുക്കേണ്ടതാണ്. നമുക്ക് വേണമെങ്കിൽ എയർപോർട്ടിനകത്ത് തന്നെ സിം കിട്ടും, പക്ഷേ അത് കുറച്ച് കോസ്റ്റ്ലി ആയിരിക്കും. നമുക്ക് പുറത്ത് വന്നു കഴിഞ്ഞാൽ അവിടെ കുറേ സൂപ്പർ മാർക്കറ്റുകളുണ്ട്, അതായത് 7-Eleven എന്ന് പറയും. ഇതിൻ്റെ ബ്രാഞ്ചുകൾ മലേഷ്യയിൽ ഇഷ്ടംപോലെ ഉണ്ട്. സോ ഏതെങ്കിലും ഒരു 7-Eleven ബ്രാഞ്ചിനകത്ത് കയറിയാൽ മതി, നമുക്ക് സിം എടുക്കാൻ പറ്റും. 1000 രൂപയ്ക്ക് താഴെ വരത്തുള്ളൂ സിം പ്ലസ് നെറ്റ് എല്ലാം കൂടി ചേർത്തിട്ട് ചെയ്യാനായിട്ട്. പിന്നെ അവിടെ 7-Eleven ഷോപ്പിൽ ചെന്നപ്പോഴത്തേക്കും കണ്ടൊരു കാഴ്ചയാണ്, അവിടെ പബ്ലിക്കായിട്ട് മദ്യം വിൽക്കുന്നുണ്ട്. ഒരു പ്രശ്നമൊന്നുമില്ല. ജസ്റ്റ് ഒരു സൂപ്പർ മാർക്കറ്റിലെ ഒരു സാധനം തന്നെയാണ് ഇവിടെ മദ്യം. ആവശ്യക്കാർക്ക് വാങ്ങാം. അവിടെ ഒരു ചെയറും ടേബിളൊക്കെ ഉണ്ട്, വേണമെങ്കിൽ അവിടെ ഇരുന്ന് കുടിക്കാം. സിമ്പിളായിട്ടുള്ളൊരു കാര്യം. ആരെയും ശല്യപ്പെടുത്തുന്നില്ല. സോ ഫസ്റ്റ് ഡേ 1 ആദ്യം പോയത് മലേഷ്യയുടെ പ്രധാനപ്പെട്ട ഒരു ഐക്കണായ പെട്രോണാസ് ടവേഴ്സിൽ തന്നെയാണ്. മലേഷ്യയിലെ പ്രധാനപ്പെട്ട ഒരു എണ്ണ കമ്പനിയാണ്, അതായത് പെട്രോളിയം കമ്പനിയാണ് പെട്രോണാസ്. അവരുടെ ഉടമസ്ഥതയിലുള്ള ബിൽഡിംഗാണ് ഈ ഒരു പെട്രോണാസ് ടവേഴ്സ്. 1998 ഇത് പണി പൂർത്തിയാക്കിയത്. അങ്ങോട്ടൊക്കെയുള്ള എൻട്രി ടിക്കറ്റ് നമുക്ക് 2 ഫ്ലോസിലാണ് കയറാൻ പറ്റുക. 41ാമത്തെ നിലയിലുള്ള ഈ കാണുന്ന സ്കൈ ബ്രിഡ്ജ്, ഇതാണ് ലോകത്തിലെ ഏറ്റവും ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന സ്കൈ ബ്രിഡ്ജ്. അതായത് ഈ 2 ടവറുകൾക്കിടയിലും കണക്ട് ചെയ്യുന്ന ഒരു പാലം. 1998 മുതൽ 2004 വരെ ഇതായിരുന്നു ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ കെട്ടിടമായിട്ടുണ്ടായിരുന്നത്. അടുത്ത് നമ്മൾ പോകുന്നത് 86ാമത്തെ നിലയിലേക്കാണ്. ഇവിടെ ഒരു ഒബ്സർവേഷൻ ഡെക്കൊക്കെയാണ് സെറ്റ് ചെയ്തിട്ടുള്ളത്. ഇവിടെ നിന്നാൽ മലേഷ്യയുടെ ആ ഒരു കോലാലംപൂർ സിറ്റിയുടെ ക്ലിയർ വ്യൂ നമുക്ക് അടിപൊളിയായിട്ട് കാണാൻ പറ്റും. ഇന്ത്യൻ മണി 2000 രൂപയ്ക്ക് താഴെയാണ് ഇവിടെ ഒരാൾക്കുള്ള എൻട്രി ടിക്കറ്റിനായിട്ടുള്ള ഫീസ് വരുന്നത്. ഇതൊന്നും പക്ഷേ ട്രാവൽ ഏജൻസ് ആ ഒരു പാക്കേജിനകത്ത് ഇൻക്ലൂഡ് ചെയ്യാൻ സാധ്യത കുറവാണ്. സോ ചോദിച്ച് മനസ്സിലാക്കണം എല്ലാവരും. ഇവിടെ നിൽക്കുമ്പോൾ ആ തൊട്ടടുത്തുള്ള ഒരു ടവർ, ആ ഒരു പെട്രോണാസിൻ്റെ തന്നെ മറ്റേ ടവറും കൂടെ ക്ലിയർ ആയിട്ട് കാണാൻ പറ്റും. നിലവിൽ ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ ട്വിൻ ടവേഴ്സ്, ഇരട്ട ഗോപുരം ഈ പെട്രോണാസ് ടവേഴ്സ് ആണ്. പെട്രോണാസ് ടവേഴ്സിൻ്റെ എൻട്രി ഫുൾ വീഡിയോ വേറെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അടുത്ത് നമ്മൾ പോകുന്നത് അടുത്തൊരു അട്രാക്ഷൻ ആയിട്ടുള്ള KL ടവർ, അതായത് കോലാലംപൂർ ടവേഴ്സ്. 420 മീറ്റർ പൊക്കമുള്ളൊരു ടവർ, കമ്മ്യൂണിക്കേഷൻ ടവർ, മലേഷ്യൻ ഗവൺമെൻറ്. അതാണ് ഈ കാണുന്ന KL ടവർ. ഇതിലേക്കും എൻട്രി ഉണ്ട്. മുകളിൽ ചെല്ലുമ്പോഴത്തേക്കും ആ ഒരു കോലാലംപൂർ സിറ്റിയുടെ വ്യൂ അടിപൊളിയായി കാണാൻ പറ്റും. മലേഷ്യയുടെ പ്രത്യേകത, പെട്ടെന്നൊക്കെ ആയിരിക്കും ചിലപ്പോൾ മഴ പെയ്യുന്നത്. കേരളം പോലുള്ളൊരു ക്ലൈമറ്റും ജോഗ്രഫിയൊക്കെയാണ് അവിടെ പൊതുവേ കാണപ്പെടുന്നത്. ഈ കാണുന്ന ബോക്സിൽ കയറിയാൽ കുറച്ചുകൂടി ക്ലിയർ ആയിട്ടുള്ള ഫോട്ടോസൊക്കെ നമുക്ക് എടുക്കാൻ പറ്റും. എക്സ്ട്രാ 10 റിങ്കറ്റാണ് ചാർജ് വരുന്നത്. ഈ കാണുന്ന കെട്ടിടമാണ് മെർഡേക്ക 118, ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ 2ാമത്തെ കെട്ടിടം. ഇപ്പം നിലവിൽ ഇതാണ്. അവിടുന്ന് പിന്നെ പുറത്തേക്ക് ഇറങ്ങിയപ്പോഴത്തേക്കും അവിടുത്തെ 2 വീലേഴ്സിനൊക്കെ കണ്ടു. ബൈക്കും അല്ല സ്കൂട്ടറും അല്ല, അങ്ങനെ കാണപ്പെടുന്ന ഒരു പ്രത്യേക വണ്ടി. കഴിക്കാനായിട്ടൊരു റെസ്റ്റോറൻറ്റിൽ പോയപ്പോൾ കണ്ട കാഴ്ചയാണ്. അവിടെ കരിക്കും പുഴുങ്ങിയ മുട്ടയൊക്കെ എല്ലാ ടേബിളിലും വെച്ചിട്ടുണ്ട്. മലായ് സ്റ്റൈലിലുള്ള ചിക്കൻ 65 ഇട്ടൊരു ഫ്രൈഡ് റൈസും പിന്നെ ചൂടും തണുപ്പും കൂടെ ചേർന്നിട്ടുള്ളൊരു ഐസ് ടീയും കൂടെ കുടിച്ചു. കൊള്ളായിരുന്നു. നമ്മുടെ ഇന്ത്യൻ റോഡുകളെ പോലെ റൈറ്റ് ഹാൻഡ് ഡ്രൈവ് തന്നെയാണ് അവിടെയുള്ളത്. മലേഷ്യൻ ബ്ലോഗിൻ്റെ ഡേ 2 സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ആദ്യം നമ്മൾ പോകുന്നത് ബാത്തു കേവ്സ് എന്ന് പറയുന്നൊരു അമ്പലത്തിലേക്കാണ്. ഈ പോകുന്ന വഴിയെല്ലാം ഭയങ്കര ക്ലീനാണ്. പിന്നെ എല്ലാം നല്ല പച്ചപ്പൊക്കെ ഉള്ളൊരു സ്ഥലം, നമ്മുടെ കേരളം പോലെയൊക്കെ തോന്നി. ആ കാണുന്ന മലകൾക്ക് താഴെയാണ് ബാത്തു കേവ്സ് എന്നറിയപ്പെടുന്ന അമ്പലം ഉള്ളത്. ഇതാണ് ബാത്തു കേവ്സിലെ പ്രശസ്തമായിട്ടുള്ള മുരുകക്ഷേത്രം. ഈ മുരുകൻ്റെ ശില്പം 2006 പണി പൂർത്തിയാക്കിയത്. പക്ഷേ ഈ അമ്പലം 1890 തന്നെ ഇവിടെ ഉണ്ടായിരുന്നു. ഇന്ത്യയിലെ രാജവംശമായിരുന്ന ചോള രാജവംശം ഈ മലേഷ്യ ഭരിച്ചിട്ടുണ്ട്. സോ അതിനുശേഷം ഇവിടെ ഹിന്ദുമതത്തിന് നല്ല രീതിയിലുള്ള പ്രചാരം കിട്ടിയിട്ടുണ്ട്. നിലവിൽ ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ 2ാമത്തെ മുരുകൻ്റെ ശില്പമാണ് ഈ മലേഷ്യയിലെ ബാത്തു കേവ്സിലെ ഈ ശില്പം. 272 സ്റ്റെപ്സാണ് മുകളിലേക്ക് പോകാനായിട്ടുള്ളത്. ഇവിടുത്തെ പ്രധാന ആഘോഷം തൈപ്പൂയമാണ്. അത് നമ്മുടെ തമിഴ്നാട്ടിലുള്ള അമ്പലങ്ങളിലൊക്കെ നടക്കുന്നതിനേക്കാളും വളരെ വിപുലമായിട്ടാണ് ഇവിടെ ആഘോഷിക്കുന്നത്.
ടിപ്പിക്കലായിട്ടുള്ള മുരുകക്ഷേത്രത്തിൽ കാണുന്ന ആചാരങ്ങളെല്ലാം ഇവിടെ നമുക്ക് കാണാൻ പറ്റും. ബത്തു കേവ്സിൻ്റെയും അമ്പലത്തിൻ്റെയും ഫുൾ വീഡിയോ വേറെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ബത്തു കേവ്സിന് തൊട്ടടുത്തായിട്ട് 5 റിംഗറ്റിന് ഒരു ടിക്കറ്റ് എടുത്തിട്ട് അകത്തേക്ക് കയറാനുള്ള ഒരു വാട്ടർഫാളൊക്കെ ഉണ്ട് കേട്ടോ. ഈ വാട്ടർഫാളെല്ലാം നാച്ചുറലാണ്. ഇതുകൂടാതെ കുറേ ജീവികളൊക്കെ അവരവിടെ വളർത്തുന്നതൊക്കെ നമുക്ക് കാണാൻ പറ്റും. മുരുകക്ഷേത്രം ആയതുകൊണ്ട് തന്നെ മയിലും വെള്ളമയിലും എല്ലാം അവിടെ ഉണ്ട്. എക്സോട്ടിക് ബേർഡ്സുമായിട്ടൊക്കെ നമുക്ക് ഫോട്ടോ എടുക്കണമെങ്കിൽ എക്സ്ട്രാ ക്യാഷ് കൊടുക്കേണ്ടതുണ്ട്. അവിടുത്തെ കുളത്തിൽ ഇഷ്ടംപോലെ മീനിനൊക്കെ വളർത്തുന്നുണ്ട്. നമുക്ക് വേണമെങ്കിൽ ഫിഷ് ഫുഡ് മേടിച്ചിട്ട് മീനിനൊക്കെ ഫീഡ് ചെയ്യാൻ പറ്റും. മീനുകളെ ഫീഡ് ചെയ്യുന്നതും ടൂറിസ്റ്റുകളുടെ ചിലവിൽ. എന്താ അല്ലേ? ഈ മുരുകൻ്റെ അമ്പലം കൂടാതെ വേറെയും കുറേ ക്ഷേത്രങ്ങളൊക്കെ ഈ ഒരു ഗുഹാമുഖത്തൊക്കെ ഇഷ്ടംപോലെ പണിതിട്ടുണ്ട്. ഈ ഗുഹകൾക്കെല്ലാം 40 കോടി വർഷത്തിലേറെ പഴക്കമുണ്ടെന്നാണ് പറയപ്പെടുന്നത്. അടുത്തു പോകുന്നത് മലേഷ്യയിലെ ഹിൽ സ്റ്റേഷന് മുകളിലിരിക്കുന്ന ചൂതാട്ട കേന്ദ്രത്തിലേക്കാണ്. അതാണ് ജെൻറിങ് ഹൈലാൻഡ്സ്. ഈ കാണുന്നത് അങ്ങോട്ടേക്ക് പോകാനുള്ള കേബിൾ കാർ സ്റ്റേഷനാണ്. ഇവിടെ നിന്നാണ് ഇനി കേബിൾ കാറിലേക്ക് ആ ഒരു ജെൻറിങ് ഹൈലാൻഡ്സിലേക്ക് മുകളിലേക്ക് പോകുന്നത്. ലഞ്ച് കഴിച്ചിട്ട് അടുത്ത ജെൻറിങ് ഹൈലാൻഡ്സിൻ്റെ ഒരു കേബിൾ കാർ സ്റ്റേഷനിലോട്ട് പോകാനായിട്ടുള്ള ക്യൂവിലേക്ക് നടന്നു. നല്ല ക്യൂ ആണ്, നല്ല തിരക്കാണ്. ഒരു 400 രൂപ അടുപ്പിച്ചിട്ടാണ് ഇവിടെ കയറാനുള്ള ഈ ഒരു കേബിൾ കാറിൽ കയറാനുള്ള ടിക്കറ്റ് ചാർജ് വരുന്നത്. മണിക്കൂറിൽ 2000-ലധികം ആൾക്കാർ ട്രാവൽ ചെയ്യുന്ന 3-ലധികം കിലോമീറ്റർ നീളമുള്ള ഒരു കേബിൾ കാർ ട്രെയിൻ ലൈനാണ് ഈ കാണുന്നത്. ഇത് ഹിൽ സ്റ്റേഷനിലേക്കാണ് പോകുന്നത്. ആ ഒരു ഹിൽ സ്റ്റേഷൻ്റെ മുകളിൽ പണിത് വെച്ചിരിക്കുന്നൊരു ഷോപ്പിംഗ് മാൾ ഉൾപ്പെടെയുള്ളൊരു കേന്ദ്രമാണിത്. ഇത് ആക്ച്വലി സമുദ്രനിരപ്പിൽ നിന്നും 6000 അടി മുകളിലാണ്. അപ്പോൾ അതായത് നമ്മുടെ 3-ാമത്തേക്കാളും ഉയരത്തിലാണ് ഈ ഒരു ഷോപ്പിംഗ് മാളൊക്കെ. മലേഷ്യയിലൊക്കെ ഫാമിലി ആയിട്ടൊക്കെ ട്രിപ്പ് വരുവാണെങ്കിൽ ഒരു ദിവസം ഈ ഒരു ജെൻറിങ് ഹൈലാൻഡ്സിലേക്ക് വേണ്ടി മാത്രമായിട്ട് സ്പെൻഡ് ചെയ്യാനായിട്ടൊക്കെ മാറ്റി വയ്ക്കാൻ ശ്രമിക്കും. 7351 മുറികളുള്ള ലോകത്തിലെ ഏറ്റവും വലിയ ഹോട്ടലായിട്ടുള്ള ഫസ്റ്റ് വേൾഡ് ഹോട്ടലും ഇവിടെ തന്നെയാണുള്ളത്. ആക്ച്വലി ഇതൊരു 3 സ്റ്റാർ ഹോട്ടലാണ്. എല്ലാവർക്കും അഫോർഡ് ചെയ്യാൻ പറ്റുന്ന റേറ്റ് തന്നെയാണ്. ഒരു 4000-5000 രൂപയൊക്കെ ഉണ്ടാവുള്ളൂ ഇവിടത്തേക്ക് ഒരു റൂമിന് ഒരു ദിവസത്തേക്ക്. കുറച്ച് ചീപ്പായതുകൊണ്ട് തന്നെ എല്ലാ റൂംസും ഓൾമോസ്റ്റ് ഉള്ള എല്ലാ ദിവസങ്ങളിലും ഫുള്ളായിരിക്കും. ഇതാണ് മലേഷ്യയുടെ എൻ്റർടൈൻമെൻറ്റ് സിറ്റി. മലേഷ്യയിലെ നിയമപരമായിട്ട് ചൂതാട്ടം കാസിനോസ് ഉള്ള ഒരേ ഒരു സ്ഥലം ഈ ഒരു ജെൻറിങ് ഹൈലാൻഡ്സ് ആണ്. അത്രത്തോളം പൈസയും വേണം കേട്ടോ. കുട്ടികളൊക്കെ വരുവാണെങ്കിൽ അവർക്ക് സെലിബ്രേഷനും എൻ്റർടൈൻമെൻറ്റും ചെയ്യാനായിട്ടുള്ള കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള കുറേ അമ്യൂസ്മെൻറ്റ് പാർക്സും ഇതിനകത്തുണ്ട്. ജെൻറിങ് ഹൈലാൻഡ്സിൻ്റെ ഫുൾ വീഡിയോ വേറെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. വിസ വേണ്ട, ഫ്ലൈറ്റ് ടിക്കറ്റ് ചാർജും കുറവാണ്. പക്ഷേ ബാക്കിയുള്ള കാര്യങ്ങൾക്ക് അട്രാക്ഷൻസിനൊക്കെ നമുക്ക് അത്യാവശ്യം കുറച്ച് പൈസയൊക്കെ ചിലവ് വരും. ഇനി തിരികെ താഴ്വാരത്തേക്ക് ഈ ഒരു കേബിൾ കാർ വഴി. മലേഷ്യയിലെ ഡേ 3 സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ്. ഹോട്ടലിലെ ബ്രേക്ക്ഫാസ്റ്റാണ് കഴിച്ചത്. ടിപ്പിക്കൽ മലായ് ഫുഡാണ്. ഇവരെല്ലാത്തിലും ഉണക്കമീനും കൂടെ പുഴുങ്ങിയിടും കേട്ടോ. അത് നമുക്ക് ചിലപ്പോൾ എല്ലാവർക്കും ഒന്നും പിടിക്കത്തില്ല. നമ്മുടെ ട്രിവാൻഡ്രത്ത് മൂന്നാറൊക്കെ ഉള്ള പോലെ ഡബിൾ ഡെക്കർ ടൂറിസ്റ്റ് ബസ്സുകളൊക്കെ ഇവിടെ ഇഷ്ടംപോലെ ഉണ്ട്. തമിഴ് സംസ്കാരത്തിൻ്റെ ഇൻഫ്ലുവൻസ് ഇഷ്ടംപോലെ ഉള്ളതുകൊണ്ട് തന്നെ ഇവിടെ കുറേ അമ്പലങ്ങളൊക്കെ ഉണ്ട്. ഇത് അവിടുത്തെ ഒരു പ്രധാനപ്പെട്ട ഒരു ഗണപതി ക്ഷേത്രമാണ്. ബുത്തിക് ബിൻതാങ് എന്ന് പറയുന്ന സ്ഥലത്ത്. അതിനോടനുബന്ധിച്ച് ഇഷ്ടംപോലുള്ള ഷോപ്പുകൾ, സാധാരണ അമ്പലത്തിനടുത്തൊക്കെ കാണുന്ന കുറേ കടകൾ, പൂക്കടകൾ, അതുപോലുള്ള വിളക്കുകൾ, അങ്ങനെയുള്ള എല്ലാ ടിപ്പിക്കൽ പെട്ടെന്ന് തമിഴ്നാടാണെന്ന് തോന്നുള്ളൂ കേട്ടോ. മലേഷ്യയിൽ ആക്ച്വലി രാജഭരണമാണ്. സോ രാജാവിൻ്റെ കൊട്ടാരത്തിലേക്കാണ് ഇനി അടുത്ത യാത്ര. ഇതാണ് ഇസ്താന നഗാര, അതായത് നാഷണൽ പാലസ് ഓഫ് മലേഷ്യ. നമുക്ക് അകത്തേക്കുള്ള എൻട്രി ഒന്നുമില്ല. ആ പുറത്തു നിന്നൊക്കെ ഫോട്ടോ എടുക്കാനും വീഡിയോ എടുക്കാനുമുള്ള പെർമിഷൻ മാത്രമേ ഉള്ളൂ. അവിടെ ട്രഡീഷണൽ വേഷം ധരിച്ചൊരു മിലിറ്ററിക്കാർ നിൽപ്പുണ്ട്. സോ അതിൻ്റെ അടുത്തൊക്കെ നിന്നൊക്കെ നമുക്ക് ഫോട്ടോ എടുക്കാനൊക്കെ പറ്റും. ടൂറിസം ഈ രാജ്യത്തിന് നല്ല വരുമാനം നേടിക്കൊടുക്കുന്നുണ്ട്. അങ്ങനെ പുറത്തേക്ക് ഇറങ്ങുമ്പോഴത്തേക്കും ഒരിടത്ത് ഫ്രീ ആയിട്ട് റെഡ് ബുൾ കൊടുക്കുന്നുണ്ട്. എന്താ അല്ലേ, ദാഹിച്ചിരിക്കുമ്പോൾ ഒരു റെഡ് ബുൾ എങ്കിൽ റെഡ് ബുൾ. ഇനി അടുത്ത് പോകുന്നത് ഇൻഡിപെൻഡൻസ്, ആ ഒരു സ്വാതന്ത്ര്യ സമരമായിട്ട് ബന്ധപ്പെട്ട ഒരു മെമ്മോറിയലിലേക്കാണ്. 1-ാം ലോക മഹായുദ്ധത്തിലും 2-ാം ലോക മഹായുദ്ധത്തിലും പിന്നെ മലേഷ്യൻ സ്വാതന്ത്ര്യ സമരത്തിലൊക്കെ മരണപ്പെട്ട സ്വാതന്ത്ര്യ സമര സേനാനികളുടെ ഒരു മെമ്മോറിയലാണിത്. നല്ല നീറ്റായിട്ടും ക്ലീൻ ആയിട്ടാണ് ഇവർ മെയിൻറ്റെയിൻ ചെയ്യുന്നത്. ഇതവിടെ കണ്ടൊരു വെങ്കല പ്രതിമയാണ്. ഇത് ലോകത്തിലെ ഏറ്റവും വലിയ വെങ്കല പ്രതിമയായിരുന്നു ഇടക്കാലത്ത് വരെ. ഇനി അടുത്ത് പോകുന്നത് മലേഷ്യയുടെ പ്രധാനപ്പെട്ട ഒരു ലൊക്കേഷനായിട്ടുള്ള ഇൻഡിപെൻഡൻസ് സ്ക്വയറിലേക്കാണ്. ഇത് അവിടുത്തെ പ്രധാനപ്പെട്ട ഒരു ബിൽഡിംഗ് ആണ്. അബ്ദുൾ സമദ് ബിൽഡിംഗ് എന്നാണ് പറയപ്പെടുന്നത്. ഇതിപ്പോൾ ഗവൺമെൻറ് ഓഫീസുകളായിട്ടാണ് വർക്ക് ചെയ്യുന്നത്. ഇതിനോട് തൊട്ട് ചേർന്നിട്ടാണ് ഇൻഡിപെൻഡൻസ് സ്ക്വയർ. മലേഷ്യയ്ക്ക് സ്വാതന്ത്ര്യം കിട്ടിയത് 1957 ഓഗസ്റ്റ് 31-നാണ്. സോ ആ ഒരു ടൈമിൽ ഇവിടെയായിരുന്നു ഫസ്റ്റ് നാഷണൽ ഫ്ലാഗ് ഉയർത്തിയത്. സോ അതിൻ്റെ ഒരു ഓർമ്മയ്ക്കായിട്ട് ഇപ്പോഴും സ്വാതന്ത്ര്യ ദിനാഘോഷങ്ങളൊക്കെ നടക്കുന്നത് ഈ ഒരു മൈതാനത്താണ്. ഇതിന് ചുറ്റിനും കുറേ ട്രഡീഷണൽ ആയിട്ടുള്ള കുറേ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ബിൽഡിങ്സ് ഒക്കെ ഉണ്ട്. ഇവിടെ വരുന്ന ടൂറിസ്റ്റുകളുടെ ഒരു പ്രധാനപ്പെട്ട ഒരു അട്രാക്ഷൻ തന്നെയാണ് ഈ കാണുന്ന ഒരു ഇൻഡിപെൻഡൻസ് സ്ക്വയർ. എത്ര തിരക്കുണ്ടെങ്കിലും നല്ല ക്ലീൻ ആയിട്ടും വൃത്തിയായിട്ടാണ് ഇവിടെ ഉള്ളൊക്കെ സ്ഥലം മെയിൻറ്റെയിൻ ചെയ്യുന്നത്. വൃത്തി വേണമെന്നുള്ള ഗവൺമെൻറ്റിനും ബോധമുണ്ട്, അവിടെ വരുന്നവർക്കും ബോധമുണ്ട്.
മലേഷ്യൻ സിറ്റി ടൂറിൻ്റെ ഫുൾ വീഡിയോ വേറെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. പബ്ലിക് ട്രാൻസ്പോർട്ട് വളരെ നല്ല രീതിയിൽ നടക്കുന്നൊരു സ്ഥലമാണ് മലേഷ്യ. അടുത്തിനി പോകുന്നത് മലേഷ്യയുടെ നൈറ്റ് ലൈഫിലേക്കാണ്. എല്ലായിടത്തും നൈറ്റ് ലൈഫ് ആക്റ്റീവ് ആണെങ്കിലും ജലൻ അലൂർ എന്ന് പറയുന്നൊരു സ്ഥലമുണ്ട്, ഒരു സ്ട്രീറ്റ് ഉണ്ട്. ഇവിടെയാണ് പ്രധാനമായിട്ടുള്ള ഒരു നൈറ്റ് ലൈഫ് സ്ട്രീറ്റൊക്കെ ഉള്ളത്. അവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് വെച്ചാൽ ഇഷ്ടം പോലെ ഫുഡ് എല്ലായിടത്തും അടിപൊളിയായിട്ട് ഗ്രാൻഡായിട്ട് വെച്ചിട്ടുണ്ടാവും. സ്ട്രീറ്റ് ഫുഡ്സാണ് കേട്ടോ. പലതരം സീ ഫുഡ്സ് ഉണ്ട്, എല്ലാം ഉണ്ട്. ഫ്രൂട്ട്സ് ഉണ്ട്, ജ്യൂസുകളുണ്ട്. നമ്മൾ പിന്നെ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത പല പല ഐറ്റംസ് ഒക്കെ ഉണ്ട്. ഇവിടെ അതൊക്കെ കണ്ടില്ലേ, ചക്കപ്പഴം ഫ്രൈ ചെയ്തത്, ജാക്ക് ഫ്രൂട്ട് ഫ്രൈ ഒക്കെ ഇവിടെ ഉണ്ട്. അതായത് ഉള്ള വിഭവങ്ങൾ ഇവർ മാക്സിമം യൂട്ടിലൈസ് ചെയ്യുകയാണ്. ഈ ജലൻ അലൂർ ലോക പ്രസിദ്ധമാണ്. മലേഷ്യയിലേക്ക് വരുമ്പോഴും ഒരിക്കലും ഒഴിവാക്കാൻ പറ്റാത്തൊരു സ്ട്രീറ്റ് വിസിറ്റ് തന്നെയാണ് ഈ ഒരു ജലൻ അലൂറിലേക്കുള്ളൊരു ഫുഡ് സ്ട്രീറ്റ് മാർക്കറ്റ്. എപ്പോഴും നല്ല തിരക്കായിരിക്കും, ഭയങ്കര ആക്റ്റീവായിട്ടുള്ളൊരു സ്ഥലം തന്നെയാണിത്. ചൈനീസ് സംസ്കാരം വളരെയധികം ഇൻഫ്ലുവൻസ് ഉള്ളൊരു സ്ഥലമാണ് മലേഷ്യ. അതുകൊണ്ട് ചൈനയുടെ ഇമ്പാക്റ്റ് നമുക്ക് പലയിടത്തും നന്നായിട്ട് കാണാൻ പറ്റും. മലേഷ്യൻ നൈറ്റ് ലൈഫിൻ്റെ ഫുൾ വീഡിയോ വേറെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ഇത് ജലൻ അലൂറിനോട് ചേർന്ന് തന്നിട്ടുള്ളൊരു വേറൊരു ഏരിയയാണ്. ബാറുകൾ, ക്ലബ്ബുകളൊക്കെ ഉള്ളൊരു ഏരിയ. അതായത് മദ്യം വേണ്ടവർക്ക് ഇവിടേക്ക് പോകാൻ പറ്റും. പക്ഷെ കുടിച്ചിട്ട് ആരെയും ശല്യപ്പെടുത്തുന്നില്ല, പ്രശ്നമില്ല, ബഹളമില്ല. എല്ലാവരും സെലിബ്രേറ്റ് ചെയ്യുന്നു, എൻജോയ് ചെയ്യുന്നു, ആഘോഷിക്കുന്നു. ഈവൻ ഇന്ത്യക്കാരാണെങ്കിലും അവിടെ പ്രത്യേക ഇതുണ്ട് കേട്ടോ. നല്ല വൃത്തിയായിട്ടൊക്കെ തന്നെയാണ് അവർ ബിഹേവ് ചെയ്യുന്നത്. ഇത് ഭാര്യയും ഭർത്താവും കൂടി ചെസ്നട്ട് ഇങ്ങനെ ഫ്രൈ ചെയ്ത് വറുത്ത് എടുക്കുവാണ്. ഭയങ്കര ഹെൽത്തി ആയിട്ടുള്ളൊരു നട്ട് ഐറ്റമാണ് ഈ ഒരു ചെസ്നട്ട്. പിന്നെ അവിടെ കണ്ടൊരു വേറൊരു പ്രത്യേകത സ്നേക്ക് ഫ്രൂട്ട്. ഇത് ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത് കേട്ടോ. ഇതൊരു ഫ്രൂട്ടാണ്, പക്ഷേ ഇത് പെട്ടെന്ന് പിടിച്ചു കഴിഞ്ഞാൽ തോലും ഒക്കെ കണ്ടാൽ പാമ്പിനെ പോലെയാണ് തോന്നുക. വാങ്ങി കഴിച്ചപ്പോൾ ടേസ്റ്റ് ഉണ്ട്. പിന്നെ ചിക്കൻ, മട്ടൺ, ബീഫ്, പിന്നെ വെജിറ്റേറിയൻ, അങ്ങനെയുള്ള എല്ലാ വെജിറ്റബിൾസും വെച്ചിട്ടുള്ള കുറേ ഡിഷസൊക്കെ അവിടെ കണ്ടു. പിന്നെ തവള വാങ്ങി അതും കൂടെ ഒന്ന് ഫ്രൈ ചെയ്ത് കാച്ചി നോക്കാമെന്ന് വിചാരിച്ചു. കൊള്ളാം, തരക്കേടില്ലാത്ത ടേസ്റ്റ് ഉണ്ട്. ഞങ്ങൾ പോയതൊരു ചൈനീസ് ന്യൂ ഇയർ സമയമായതുകൊണ്ട് തന്നെ ആ ഒരു ഭയങ്കരപ്പെട്ട സെലിബ്രേഷനൊക്കെ നന്നായിട്ട് കാണാൻ പറ്റി. അങ്ങനെ ഡേ 4 വന്നെത്തി, ലാസ്റ്റ് ഡേ. ആദ്യം പോയത് ജലൻ പെറ്റാലിംഗ്. അതായത് ആക്ച്വലി ഇതൊരു ചൈനീസ് മാർക്കറ്റാണ്. ചൈന ടൗൺ എന്നാണ് പറയപ്പെടുന്നത്. ചൈന ടൗൺ ഇൻ മലേഷ്യ. മലേഷ്യ വിസിറ്റ് ചെയ്യുന്ന എല്ലാവരും ഈ ഒരു ഏരിയയും കൂടെ മസ്റ്റായിട്ട് വിസിറ്റ് ചെയ്യേണ്ട ഒരു സ്ഥലം തന്നെയാണ്. ആക്ച്വലി ഇതൊരു ഷോപ്പിംഗ് സെൻ്ററാണ്. എല്ലാവിധ സാധനങ്ങളും ഇവിടെ കിട്ടും. പക്ഷേ ഒറിജിനൽ അല്ല, കൂടുതലും ഡ്യൂപ്ലിക്കേറ്റ്സ് ആണുള്ളത്. ഡ്യൂപ്ലിക്കേറ്റ് ആയിട്ടുള്ള ഇഷ്ടമുള്ള സാധനങ്ങളൊക്കെ ഇവിടെ കിട്ടും. അതായത് ഒറിജിനലിനെ വെല്ലുന്ന എക്സോട്ടിക് ആയിട്ടുള്ള ബ്രാൻഡ്സ് എല്ലാം ഇവിടെ ഉണ്ട്. വഴിയരികിൽ കണ്ടൊരു ജ്യൂസ് കടയാണ്. മാംഗോ ജ്യൂസും കൊടുക്കുന്നുണ്ട്, പിന്നെ ലെമൺ ജ്യൂസും കൊടുക്കുന്നുണ്ട്. 4 റിങ്കറ്റ്, അതായത് നമ്മുടെ ഒരു 80 രൂപയ്ക്ക് അടുത്ത്. ഇന്ന് അത്യാവശ്യം വെയിലായതുകൊണ്ട് തന്നെ ഒരു ഗ്ലാസ് വാങ്ങി കുടിച്ചു നോക്കി, കൊള്ളായിരുന്നു. അതിൻ്റെ തൊട്ടടുത്ത് കരിക്കിൻ്റെ ഷോപ്പുകളൊക്കെ ഉണ്ട്. കരിക്ക് ഇവിടെ വളരെയധികം സുലഭമാണ്. പിന്നെ ചൈന ടൗണിനോട് ചേർന്ന് കിടക്കുന്നൊരു അമ്പലമുണ്ട്, മാരിയമ്മൻ ക്ഷേത്രം എന്നാണ് പറയുന്നത്. ഇതും ആക്ച്വലി നൂറ്റാണ്ടുകൾ പഴക്കമുണ്ട്. 1870-80 കാലഘട്ടത്തിലാണ് ഈ ഒരു അമ്പലം ഇവിടെ വന്നത്. പക്ഷേ കാലാകാലങ്ങളായിട്ടുള്ള ഡെവലപ്മെൻറ്റ്സും റെനോവേഷനൊക്കെ ഇവിടെ നന്നായിട്ട് നടന്നിട്ടുണ്ട്. ടൂറിസ്റ്റുകളെ അട്രാക്റ്റ് ചെയ്യാനായിട്ടുള്ള എല്ലാ ഫെസിലിറ്റീസും ഇവിടെ ഉണ്ട്. എല്ലാ രാജ്യക്കാരും ഇവിടെ വരുന്നുണ്ട് കേട്ടോ. ആ നിൽക്കുന്നതിൽ ആഫ്രിക്കക്കാരുണ്ട്, ചൈനക്കാരുണ്ട്, പിന്നെ റഷ്യൻസ്, യൂറോപ്യൻസ് എല്ലാവരും ഉണ്ട്. ആർക്ക് വേണമെങ്കിലും വരാം, ഫോട്ടോ എടുക്കാം. പക്ഷേ ഒരു വൃത്തി നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യുക. അതിനോട് തൊട്ട് ചേർന്ന് തന്നെയാണ് ഒരു ചൈനീസ് ടെമ്പിൾ ഉള്ളത്. ആദ്യമായിട്ടാണ് ഞാനൊരു ചൈനീസ് ടെമ്പിൾ ഇങ്ങനെ കാണുന്നതും അകത്തേക്ക് വിസിറ്റ് ചെയ്യുന്നതും. ഇവിടുത്തെ പ്രാർത്ഥനകളൊക്കെ കണ്ടപ്പോഴത്തേക്കും നമ്മുടെ ഹിന്ദുയിസമായിട്ട് ബന്ധപ്പെട്ട കുറേ സാമ്യതയൊക്കെ നമുക്ക് നന്നായിട്ട് തോന്നി. വിഗ്രഹം വച്ചിട്ടുള്ള ആരാധനയൊക്കെ ഉണ്ട്, പിന്നെ അഗർബത്തീസൊക്കെ കത്തിക്കുന്നുണ്ട്. ഇതവിടെ കണ്ടൊരു പ്രത്യേകതയാണ്. കണ്ട ഓരോ ബോക്സിലും ഓരോ രൂപം വെച്ചിട്ടുണ്ട്. അതുപോലെ ഈ ഒരു ടവർ മൊത്തം ഇതുപോലെ കുറേ ടവറുകൾ അവിടെ കണ്ടു. എല്ലാത്തിനും എന്തൊരു പെർഫെക്ഷനാ. പിന്നെ പൂക്കളൊക്കെ വെച്ചിട്ട് ആരാധിക്കുന്നത് കണ്ടു. ഇതാണെന്ന് തോന്നുന്നു അവിടുത്തെ ഒരു ദൈവമായിട്ട് അവർ കണക്കാക്കുന്ന ഒരു സങ്കല്പം. പൂക്കളെ കൂടാതെ പഴവർഗ്ഗങ്ങളും ഇവർ വയ്ക്കുന്നതായിട്ട് കണ്ടു. എനിക്ക് തോന്നുന്നു ഈ ഒരു പൂജയ്ക്കൊക്കെ ശേഷം ഈ പ്രസാദമായിട്ട് ഇവരൊക്കെ ഇത് ഭക്ഷിക്കുമായിരിക്കും. പിന്നെ കണ്ടത് മന്ത്രമൊക്കെ പറഞ്ഞിട്ട് അവരൊരു പേപ്പർ അവിടെ ഒരു ചിമ്മിനി പോലെ ഒരു സംഭവം കണ്ടു. അവിടേക്ക് ഇങ്ങനെ അവർ കത്തിച്ച് കളയാണ്. എനിക്കൊന്നും അവരുടെ ദോഷങ്ങളും അവരുടെ ഒരു എന്തെങ്കിലുമായിട്ടുള്ള ബന്ധപ്പെട്ട എന്തെങ്കിലും കാര്യങ്ങളൊക്കെ കത്തിച്ച് കളയുന്നതായിരിക്കാം. അമ്പലത്തിലും പള്ളിയിലൊക്കെ പ്രാർത്ഥിക്കുന്ന പോലെ അഗർബത്തികളും പിന്നെ അതുപോലെ മെഴുകുതിരികളൊക്കെ വെച്ചിട്ട് ഇവർ പ്രാർത്ഥിക്കുന്നുണ്ട്. ഈ ചൈന സംസ്കാരത്തിൻ്റെ ഒരു ഭാഗമായിട്ടുള്ള ഡ്രാഗണിൻ്റെ രൂപം അവിടെ പലയിടത്തും നന്നായിട്ട് കാണാൻ പറ്റി. ഡ്രാഗൺ വെച്ചിട്ട് അവർ കുറേ എന്തൊക്കെയോ ചെയ്തിട്ടുണ്ട്.
ഇത് അതിനടുത്തായിട്ട് കണ്ട ഒരു ഷോപ്പാണ്. തേങ്ങാപ്പാൽ വച്ചിട്ട് കൊടുക്കുന്ന ഒരു ഡ്രിങ്കാണ്, എന്തോ ഒരു ടൈപ്പുള്ള. അത് വാങ്ങി കുടിച്ച് നോക്കി. മലേഷ്യയിൽ എങ്ങോട്ട് തിരിഞ്ഞാലും ഷോപ്പിങ്ങിന് വേണ്ടിയിട്ടുള്ള ഇഷ്ടം പോലെ ഫെസിലിറ്റീസ് എല്ലായിടത്തും ഉണ്ട് കേട്ടോ. അങ്ങനെ ഒരിടത്ത് ലഞ്ച് കഴിക്കാൻ കയറിയപ്പോഴത്തേക്കും കണ്ട കാഴ്ചയാണ്. ഇതാണ് ടിപ്പിക്കൽ മലായ് സ്റ്റൈലിലുള്ള ഒരു ഫുഡ് എന്ന് പറയുന്നത്. ചിക്കൻ ഉണ്ടാവും, മീനുണ്ടാവും, വെജിറ്റേറിയൻ ഉണ്ടാവും. നമുക്ക് ആവശ്യാനുസരണം പ്ലേറ്റിലേക്ക് എടുക്കാം. വിത്ത് ചോറ് എടുക്കാം, അല്ലെങ്കിൽ ചപ്പാത്തിയോ റൊട്ടിയോ നാനോ എന്ത് വേണമെങ്കിലും കൂടെ എടുക്കാം. ഇത് കോലാലംപൂർ സിറ്റിയിൽ തന്നെ കണ്ടൊരു വേറൊരു ഏരിയയാണ്. കസ്തൂരി വോക്ക് എന്നാണ് ഇത് പറയുന്നത്. ആക്ച്വലി ഇതൊരു മാർക്കറ്റ് ഏരിയയാണ്. എത്ര തിരക്കുണ്ടെങ്കിലും നല്ല വൃത്തിയായിട്ടാണ് ഈ ഒരു ഏരിയയൊക്കെ കാണുന്നത്. 2011 മലേഷ്യൻ സ്റ്റൈലിലുള്ളൊരു പട്ടത്തിൻ്റെ മാതൃകയിൽ ഈ ഒരു എൻട്രി ബോർഡ് വച്ചിട്ടുള്ളത്. ഇതിനകത്തേക്ക് വണ്ടികൾക്കൊന്നും അങ്ങനെ പ്രവേശനമില്ല, നടന്നു തന്നെ പോകണം. എല്ലായിടത്തും പിന്നെ സ്ട്രീറ്റ് ഫുഡും ഡ്രിങ്ക്സും ജ്യൂസുകളും അങ്ങനെയുള്ള എല്ലാം അവൈലബിൾ ആണ്. അവർ ഫ്രൈ ചെയ്ത് തരും, അല്ലെങ്കിൽ പുഴുങ്ങി തരും. നമുക്ക് വേണ്ട രീതിയിലൊക്കെ അവർ ഉണ്ടാക്കി തരും. എവിടെ ചെന്നാലും മലേഷ്യയിൽ ഫുഡിന് പഞ്ഞം ഉണ്ടാവില്ല കേട്ടോ. മയിലിനെ പോലെ ഉണ്ടാക്കി വെച്ചിരിക്കുകയാണ്. കുറേ മെറ്റൽ വെച്ചിട്ടാണ് ഇത് ഉണ്ടാക്കിയിരിക്കുന്നത്. എന്തായാലും കുറേ കഷ്ടപ്പെട്ടിട്ടുണ്ടാവും ഇതുണ്ടാക്കാനായിട്ട്. ഈ ഒരു മാർക്കറ്റ് ഏരിയയിലുള്ള പ്രധാനപ്പെട്ട ഒരു മാർക്കറ്റാണ് സെൻട്രൽ മാർക്കറ്റ് കോലാലംപൂർ. ഇത് 1888 സ്റ്റാർട്ട് ചെയ്തത്. പക്ഷേ കാലാകാലങ്ങളായിട്ട് ഈ ബിൽഡിങ്സ് ഒക്കെ പുതുക്കിയിട്ട് 1937 പണിത ബിൽഡിങ്ങാണ് ഈ കാണുന്നത്. ഈ സെൻട്രൽ മാർക്കറ്റിൽ അത്യാവശ്യം ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള കുറേ സാധനങ്ങൾ വാങ്ങാനുള്ള കടകളൊക്കെ ഉണ്ട്. മലേഷ്യയുടെ ഒരു പ്രധാനപ്പെട്ട ഷോപ്പിംഗ് സെൻറ്റർ എന്ന് തന്നെ പറയാം ഇതിനെ. ഇത് ഡുരിയൻ വെച്ചിട്ടുണ്ടാക്കിയിരിക്കുന്നൊരു അലുവയാണ്. ഇത് കരിക്ക് വെച്ചിട്ടുണ്ടാക്കിയ ഒരു അലുവ. ഇത് സാമ്പിൾ വാങ്ങി നോക്കിയപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. എല്ലാവർക്കും അവരവരുടെ ഇഷ്ടത്തിന് ഷോപ്പിംഗ് ചെയ്യാനുള്ള ഫെസിലിറ്റീസ് എല്ലാം ഇവിടെ ഉണ്ട്. പക്ഷേ ക്യാഷ് മാത്രം ഉണ്ടായാൽ മതി. നമ്മൾ പിന്നെ അധികം ഷോപ്പിംഗ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് ജസ്റ്റ് വീഡിയോസൊക്കെ എടുത്ത് ഈ ഒരു സ്ട്രീറ്റിലൂടെ ഇങ്ങനെ നടക്കുവാണ്. ഇത് അവിടെ കണ്ടൊരു കടയാണ്. ഇവിടെ വിൽക്കുന്നത് അങ്ങനെയുള്ള സാധാരണ ഐറ്റംസ് ഒന്നുമല്ല. അതായത് ഈ ഒരു ഷഡ്പദങ്ങളൊക്കെ ഉണ്ടല്ലോ, പലതരത്തിലുള്ള സ്പീഷീസിലുള്ള ഇൻസെക്ട്സ് എല്ലാം ഇവിടെ ഇങ്ങനെ അവർ സ്റ്റഫ് ചെയ്ത പോലെ വെച്ചിട്ടുണ്ട്. എല്ലാം ഒറിജിനൽ എന്നാണ് ഇവർ പറയുന്നത്. നമ്മൾ പല ഹോളിവുഡ് സിനിമകളിൽ മാത്രം കണ്ടിട്ടുള്ള കുറേ സ്പീഷീസിലുള്ള ഇൻസെക്ട്സ് എല്ലാം ഇവിടെ അടിപൊളിയായിട്ട് കാണാൻ പറ്റും. പല രീതിയിലുള്ള ബട്ടർഫ്ലൈസ് ഇവിടെ ഉണ്ട്. പിന്നെ പല രീതിയിലുള്ള സ്കോർപ്പിയൻസും ഇവരിവിടെ വച്ചിട്ടുണ്ട്. ഇതൊക്കെ ഒറിജിനൽ ആണോ എന്ന് അറിയില്ല. ഒറിജിനൽ എന്നാണ് അവർ പറയുന്നത്. ചോദിച്ചപ്പോൾ എല്ലാത്തിനും ഒരു 10,000-20,000 റേറ്റിലാണ് പോകുന്നത്. അപ്പോൾ ഒറിജിനൽ ആയിരിക്കാം. തെങ്ങും തേങ്ങയും സുലഭമായിട്ടുള്ള നമ്മുടെ കേരളത്തിൽ ഇതുപോലുള്ളൊരു ഷോപ്പ് കണ്ടതായിട്ട് ഞാൻ ഓർക്കുന്നില്ല. തെങ്ങ് വെച്ചിട്ടുള്ള കുറേ വെറൈറ്റീസ്, അതായത് തേങ്ങ വെച്ചിട്ടുണ്ടാക്കിയ കുറേ ഐറ്റംസ് ഒക്കെ ഇവിടെ ഉണ്ട്, നമ്മൾ കണ്ടിട്ട് പോലും ഇല്ലാത്ത രീതിയിൽ. പിന്നെ ഇവിടെ വന്നിട്ട് മെട്രോയിലൊന്നും കയറിയിട്ടില്ല. സോ അതിലൊക്കെ ഒന്ന് കയറാമെന്ന് വിചാരിച്ചു. അടുത്തൊരു കണ്ടൊരു സ്റ്റേഷനിലേക്കാണ് പോയത്. ഇവിടെ ആക്ച്വലി മെട്രോ എന്ന് മാത്രമല്ല പറയുന്നത്. മെട്രോ ഉണ്ട്, ഇവിടെ മോണോ ട്രെയിൻ ഉണ്ട്, പിന്നെ ലൈറ്റ് മെട്രോ ഉണ്ട്. അങ്ങനെ പല രീതിയിലുള്ള ഫെസിലിറ്റീസും ട്രാൻസ്പോർട്ടേഷൻ സിസ്റ്റംസ് എല്ലാം കൂടെ ചേരുന്നതാണ് ഈ ഒരു കോലാലംപൂരിലുള്ളത്. ഇതാണ് അവിടെ ട്രെയിനിലേക്ക് കയറാനുള്ള ഒരു ടിക്കറ്റ് ടോക്കൺ. ഇത് നമ്മുടെ നാട്ടിലൊക്കെ നോർമലി മെട്രോയിലൊക്കെ കാണുന്ന പോലെ തന്നെയാണ്. ചിലയിടത്ത് ടോക്കൺ തരും, ചിലയിടത്ത് കാർഡ് തരും. മറ്റ് സിറ്റികളിലൊക്കെ കാണുന്ന പോലെ, അതായത് ഇന്ത്യൻ സിറ്റികളിലൊക്കെ കാണുന്ന പോലത്തെ ഒരു സിസ്റ്റം അല്ല ഇവിടെ. ഇന്ത്യയിലെന്ന് വെച്ചാൽ മെട്രോ ഉണ്ടാവും, ഓരോ ലൈനും ഓരോ കളർ അങ്ങനെയൊക്കെ ഉണ്ടാവും. പക്ഷേ ഇവിടെ മെട്രോ മാത്രമല്ല, ഈ ലൈറ്റ് മെട്രോയും എല്ലാം കൂടെ ഇങ്ങനെ കൊളാപ്സ് ആകുന്നതുകൊണ്ട് നന്നായിട്ട് ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു. പോകുന്ന വഴിക്ക് കുറേ പള്ളികളൊക്കെ കണ്ടു. ഇവിടെ ആരാധനാലയങ്ങൾ എല്ലാം ഉണ്ട് കേട്ടോ. ഇത് മലേഷ്യയിലെ തന്നെ പ്രധാനപ്പെട്ട ഒരു നദിയാണ്. ക്ലാങ് നദി എന്നാണ് പറയുന്നത്. സിറ്റിക്കകത്തൂടി നദി ഓടിയാലും കണ്ടില്ലേ എന്തൊരു ക്ലീനായിട്ടാണ് നദി ഒഴുകുന്നത്. ഇവിടുത്തെ ട്രാൻസ്പോർട്ടേഷൻ സിസ്റ്റംസിനെ റാപ്പിഡ് KL, അതായത് റാപ്പിഡ് കോലാലംപൂർ എന്നാണ് പൊതുവേ പറയുന്നത്. ഇവിടുത്തെ ട്രെയിനുകൾ ഓവർ ഹെഡായിട്ടുമുണ്ട്, പിന്നെ അണ്ടർഗ്രൗണ്ടായിട്ടും കുറേ സ്റ്റേഷൻസ് ഒക്കെ ഉണ്ട് കേട്ടോ. ഇത് അവിടുത്തെ പ്രധാനപ്പെട്ട ഒരു സെൻറ്ററാണ്. KL സെൻട്രൽ എന്നാണ് പൊതുവേ പറയുന്നത്. അതായത് എല്ലാ ട്രെയിനുകളും ബസ്സുകളുടെയും ഒക്കെ ഒരു സെൻറ്റർ. ഇവിടെ വന്നിട്ടാണ് എല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ തിരിഞ്ഞു പോകുന്നത്. സോ കോലാലംപൂരിൽ എവിടെ വന്നാലും വഴി തെറ്റിയാലും KL സെൻട്രലിൽ നിന്ന് മാത്രം നോക്കി വന്നാൽ മതിയാവും. അവിടുന്ന് എങ്ങോട്ടേക്കും പോകാനുള്ള ട്രെയിനോ ബസ്സോ എല്ലാം കിട്ടും. അടുത്തിന് പോകുന്നത് കോലാലംപൂരിനെ തന്നെ ഒരു വളരെ പ്രത്യേകതയുള്ളൊരു സ്ഥലം. അത് ലിറ്റിൽ ഇന്ത്യ എന്നാണ് പൊതുവെ അറിയപ്പെടുന്നത്. അതായത് ഇന്ത്യയുടെ ഒരു ചെറിയ രൂപം പോലെ. ഇത് അവിടെ ചെന്നിറങ്ങിയപ്പോൾ കണ്ടതാണ്.
സ്വാമി വിവേകാനന്ദൻ്റെ ഒരു ആശ്രമം കോലാലംപൂരിൽ തന്നെ ഉള്ളത്. നമ്മുടെ ഇന്ത്യക്കാരനായിട്ടുള്ളൊരു മഹത് വ്യക്തിയുടെ പേരിലുള്ളൊരു ആശ്രമം മറ്റു രാജ്യത്ത് കണ്ടപ്പോഴത്തേക്കും വളരെയധികം സന്തോഷം തോന്നി. ഇതാണ് ലിറ്റിൽ ഇന്ത്യ എന്ന് പെട്ടെന്ന് അറിയപ്പെടാൻ കാരണമായിട്ടുള്ളൊരു ഏരിയ. ലിറ്റിൽ ഇന്ത്യയെ തിരിച്ചറിയാനായിട്ട് കുറേ ആർച്ചുകളൊക്കെ ഇവിടെ വച്ചിട്ടുണ്ട്. നമുക്ക് പെട്ടെന്ന് തന്നെ അത് നോട്ട് ചെയ്തെടുക്കാൻ പറ്റും. ഇതാണ് ലിറ്റിൽ ഇന്ത്യ എന്ന് പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റുന്ന കുറേ ഷോപ്പുകളൊക്കെ ഇവിടെയുണ്ട്. ഇന്ത്യൻ ഷോപ്പുകളാണ്, പ്യുവർലി ഇന്ത്യൻ, കൂടുതലും തമിഴ് പ്രിഫറൻസ് ആണുള്ളത്. ഈ ഒരു ഏരിയ ഉണ്ട്. ഈ ഒരു സ്ഥലത്തു നിന്നാണ് കോലാലംപൂർ സിറ്റിയുടെ വളർച്ചയുടെ തുടക്കം എന്ന് പൊതുവെ പറയപ്പെടുന്നത്. അങ്ങനെയുള്ളൊരു ലാൻഡ്മാർക്ക് അവിടെ ഒരു മോസ്കും വെച്ചിട്ടുണ്ട്. ഇനി തിരികെ നാട്ടിലേക്ക് വരാനുള്ളൊരു പ്രിപ്പറേഷനാണ്. മലേഷ്യ മൊത്തം കവർ ചെയ്തിട്ടില്ല. കോലാലംപൂർ സിറ്റിയും പിന്നെ ഹിൽ സ്റ്റേഷൻ മാത്രമേ പോയിട്ടുള്ളൂ. കോലാലംപൂർ എയർപോർട്ടിലേക്കാണ് അടുത്ത തിരികെയുള്ള യാത്ര. കോലാലംപൂർ സിറ്റിയിൽ നിന്ന് ഏകദേശം ഒരു 45-50 മിനിറ്റ് ട്രാവലാണ് ഈ ഒരു എയർപോർട്ടിലേക്കുള്ളത്. ഇത് എയർ ഏഷ്യയ്ക്ക് വേണ്ടി മാത്രമായിട്ടുള്ള എക്സ്ക്ലൂസീവ് ടെർമിനലാണ്. മലേഷ്യയിലേക്കൊക്കെ ട്രിപ്പ് പോകണമെങ്കിൽ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഇൻക്ലൂഡഡ് ആണോ, ഇതെല്ലാം വരുന്നുണ്ടോ എന്ന് എല്ലാവരും ഒന്ന് ചെക്ക് ചെയ്തേക്കണം. ഞാൻ പോകാത്തയും ഇഷ്ടംപോലെ സ്ഥലങ്ങൾ ബാക്കിയുണ്ടാവും. അതൊക്കെ ഇനി അടുത്ത ട്രിപ്പിൽ വേണം കവർ ചെയ്യാനായിട്ട്. എന്നാലും ഈ പറഞ്ഞതൊക്കെയാണ് മലേഷ്യയുടെ കോലാലംപൂരിനോട് സമീപമുള്ള കുറേ കണക്റ്റഡ് ആയിട്ടുള്ള ഏരിയാസ്. സോ അടുത്ത വീഡിയോ ആയിട്ട് കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.